മലപ്പുറം തിരൂർ തലക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് പൂട്ടിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമന കോഴയാണ് പ്രശ്നത്തിന് കാരണം. കോഴ വാങ്ങിയ പണം ഡയറക്ടർമാരായ കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഓഫീസ് പൂട്ടിയത്. സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നതായി അറിയില്ലെന്നും പാർട്ടി ഉചിതമായ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ചേങ്ങോട്ട് ഹനീഫ പറഞ്ഞു. ഷാനിബ് എന്നോട് പറഞ്ഞത് പൂട്ടാൻ പോവുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ക്രമക്കേട് കാരണമാണ് പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് പൂട്ടുന്നത് ശരിയല്ലല്ലോ, അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് പൂട്ടിയാലേ തീരുമാനമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ടുണ്ട്. ആ DCCക്ക് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് നമ്മളെ പാർട്ടി തീരുമാനം. അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ അലി, പൂട്ടിട്ടതുകൊണ്ട് തീരുമാനമാകുമോ? എന്താണിപ്പോൾ സംഭവിക്കുന്നത്? അത് അത്ര വേഗത്തിൽ തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 4 വർഷമായി ഈ വിഷയം പലപ്പോഴായി കോൺഗ്രസിനകത്ത് തന്നെ രൂക്ഷമായി തർക്കങ്ങൾക്കും പരാതികൾക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തിരൂർ തലക്കാടുള്ള മണ്ഡലം കമ്മിറ്റി ഓഫീസിന് പൂട്ടിട്ടിരിക്കുന്നത്. അത് പൂട്ടിട്ടെന്ന് മാത്രമല്ല, വെൽഡ് ചെയ്ത പൂട്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർക്കും പെട്ടെന്ന് തുറക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയുള്ള ഒരു പൂട്ടിയിടലാണ് നടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം, തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസാണ് ഭരിക്കുന്നത്. ഈ കോൺഗ്രസ് അവിടെ നിയമനത്തിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകളല്ലാത്ത പലരെയും നിയമിക്കുകയും അതിൻ്റെ പേരിൽ കോഴ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ വാങ്ങിയ പണം ഒന്നും തന്നെ പാർട്ടി ഫണ്ടിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഓഫീസ് തന്നെ പൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ അഴിമതി നടന്നതായിട്ടോ അല്ലെങ്കിൽ പണം വാങ്ങിയതായിട്ടോ ഒന്നും തന്നെ തനിക്കറിയില്ല, ക്രമക്കേട് നടന്നതായിട്ട് തനിക്ക് അറിവില്ല. നിലവിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് പൂട്ടിട്ടത് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാര്യം ഇപ്പോൾ DCCക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. DCC തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി ഉള്ളത്. ഈ മണ്ഡലം കമ്മിറ്റിയുടെയും അവിടുത്തെ പ്രാദേശിക UDF-ൻ്റെ ഒക്കെ തന്നെ ഭാരവാഹികളാണ് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നുള്ളതും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. സുജയ.